ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ആളുകളെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു സംഭവം അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല. മുമ്പൊക്കെ നമ്മളെ ഏറെ നാൾ അസ്വസ്ഥതപ്പെടുത്തിയ ചില സംഭവങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ വന്നിരുന്നു. പക്ഷേ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് വന്നിട്ടുള്ള ഏറ്റവും വേദനാജനകമായ ഒരു ദുരൂഹ മരണമാണ് ശ്രീ നവീൻ ബാബുവിൻ്റേത്. അദ്ദേഹം ആദ്യം ആത്മഹത്യ ആണ് ചെയ്തതെന്ന് നമ്മളൊക്കെ കരുതിയിരുന്നെങ്കിലും പിന്നീട് വന്ന വാർത്തകളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് ആരോ തള്ളിവിട്ടു, ഇല്ലെങ്കിൽ ആ ദുരൂഹ മരണം അദ്ദേഹത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു എന്നുള്ളതൊക്കെയാണ്. അതിൻ്റെ പ്രതികൾ ആരൊക്കെയാണെന്നോ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആരെയൊക്കെ സംശയിക്കാമോ എന്നും ഈ ചാനലിൽ പറയുന്നില്ല. പക്ഷേ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട സംഭവം അടുത്ത ദിവസം ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ് ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അന്ന് നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച ആളുകളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, മരണം നടന്നു കഴിഞ്ഞതിന് ശേഷം ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടം നടപടികളും ബന്ധുക്കൾ എത്തുന്നതിന് മുമ്പ് തന്നെ നടത്തി എന്നുള്ളതാണ്. ധൃതി കൂട്ടി ആ രണ്ട് കാര്യങ്ങളും നടത്തിയത് എന്തിനായിരുന്നു എന്ന ചോദ്യമാണ് ദുരൂഹ മരണം ആരോപിക്കുന്ന ആളുകൾ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതിന് മറുപടി പറയേണ്ട ആളുകൾ ശരിയായ മറുപടി ഇതുവരെയും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കൂടുതൽ സമയം ഇൻക്വസ്റ്റിനായി ഒരു മൃതദേഹം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. 5 മണിക്കൂറിനുള്ളിൽ ഇൻക്വസ്റ്റ് നടപടികൾ നടത്തണം, പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തണം എന്നൊക്കെയാണ് വിശദീകരണം നൽകുന്നതെങ്കിൽ ആ വിശദീകരണത്തിന് ഉപോത്ബലകമായ ഇല്ലെങ്കിൽ അതിനെ സാധൂകരിക്കുന്നതല്ലാത്ത ഒരു സംഭവം അടുത്ത ദിവസം ഉണ്ടായി എന്നുള്ളതാണ്. നവീൻ ബാബു മരിച്ചു കഴിഞ്ഞപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ വേഗത്തിലാക്കി ബന്ധുക്കൾ എത്തുന്നതിന് മുമ്പേ ചെയ്തു എങ്കിൽ അടുത്ത ദിവസം വന്ന ഒരു വാർത്ത നമ്മളോട് പറയുന്നത് മറ്റൊരു കാര്യമാണ്. കൊച്ചിയിൽ ഹൈക്കോർട്ടിന് സമീപം ഉള്ള ഒരു ചെറിയ കാടുള്ള ഒരു പ്രദേശം ഉണ്ട്. സമീപമുള്ള ആ പ്രദേശത്തെ ഈ കാടിനെ വേർതിരിക്കുന്നത് ഒരു വലിയ ഗ്രില്ലാണ്, ഒരു കമ്പി വേലി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കോൺക്രീറ്റിന് മുകളിൽ ഇരുമ്പ് ഗ്രില്ല് പിടിപ്പിച്ചിട്ടുണ്ട്. ആ ഗ്രില്ലിൽ ഒരാഴ്ച മുമ്പ് ഒരു ഡെഡ് ബോഡി ആ ഗ്രില്ലിൽ കൊരുത്ത് കിടന്നിരുന്നു. ആദ്യം ആത്മഹത്യയാണെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും കൊന്ന് ഈ കമ്പിയിൽ കൊരുത്തിട്ടതാണോ എന്നൊക്കെ ന്യായമായും സംശയിക്കാം. എങ്കിലും പോലീസ് അതിനെ സംബന്ധിച്ച് നൽകുന്ന ഒരു സ്ഥിരീകരണം, ഇത് സ്ഥിരം മദ്യപാനിയായ ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം മദ്യപിച്ചുകൊണ്ട് റോഡ് മുറിച്ച് കടന്ന് ഈ കാടുള്ള പ്രദേശത്തേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ ഈ കമ്പി വേലിയിൽ ശരീരം കൊരുത്തു പോവുകയും അങ്ങനെ അയാൾ മരണപ്പെട്ടു എന്നുള്ളതുമാണ്. പക്ഷേ ഈ തൊഴിലാളി എന്ന് പറയുന്ന ഈ വ്യക്തി ഒരു സാധാരണ മനുഷ്യനാണ്. ഇദ്ദേഹം നമ്മുടെ നാട്ടുകാരനല്ല, അന്യ സംസ്ഥാനത്തു നിന്നും വന്ന ഒരു വ്യക്തിയാണ്. ആസാം എന്നാണ് ഞാൻ ഓർക്കുന്നത്, വാർത്തയിൽ നിന്നുള്ള കാര്യം ഓർത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇദ്ദേഹത്തിനെ ആ ഡെഡ് ബോഡി എടുക്കുകയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ തുടർ നടപടികളെല്ലാം നടത്താൻ വേണ്ടി ആ ഡെഡ് ബോഡി മോർച്ചറിയിൽ വെച്ചു. ബന്ധുക്കൾ വരാൻ വേണ്ടി ആസാം പോലുള്ള ഒരു സംസ്ഥാനത്ത് നിന്നും ആ മനുഷ്യൻ്റെ ബന്ധുക്കൾ എത്താൻ എത്ര സമയമെടുക്കുമെന്ന് നിങ്ങൾക്കറിയാം, എത്ര ദിവസം വേണ്ടി വരുമെന്ന്. പക്ഷേ അവരെത്തുന്നതിന് വേണ്ടി ഈ നടപടികൾ, പോലീസിൻ്റെ തുടർ നടപടികളെല്ലാം സ്ലോ ചെയ്യിച്ചു, പെൻഡിങ്ങിലാക്കി. അത് പത്രവാർത്ത വന്നതാണ്, ആ വാർത്തയിൽ പറഞ്ഞ വിവരമാണ്. ബന്ധുക്കൾ എത്തിയതിനു ശേഷം പോലീസ് അനന്തര നടപടി സ്വീകരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇൻക്വസ്റ്റ് ആയാലും അതുപോലെ പോസ്റ്റ്മോർട്ടം ആയാലും ഈ പോലീസ് എത്തുന്നതിന് വേണ്ടി കാത്തുവെക്കാൻ ഈ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയുടെ കാര്യത്തിൽ പോലീസ് അവധാനത കാട്ടിയെങ്കിൽ ഈ നവീൻ ബാബുവിൻ്റെ കാര്യത്തിൽ മാത്രം എന്തിനാണ് ധൃതി കാണിച്ചത് എന്ന ചോദ്യം പ്രസക്തമാണ്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം തരേണ്ടവർ നാളിതുവരെ തരുന്നുമില്ല. എന്തിനാണ് ധൃതി പിടിച്ച് ഈ മൃതദേഹം പെട്ടെന്ന് ഇൻക്വസ്റ്റ്, പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം, പെട്ടെന്ന് ദഹിപ്പിക്കൽ, ഇതെല്ലാം എന്തിനാണ് ഈ വേഗത്തിൽ ചെയ്ത് തീർത്തത്? എന്തെങ്കിലും സംശയം ഈ ബന്ധുക്കൾക്ക് വന്ന് കണ്ടതിന് ശേഷം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നടപടികൾ സ്വീകരിക്കണമായിരുന്നല്ലോ.
പക്ഷേ ബന്ധുക്കൾ എത്തുന്നതിന് മുമ്പ് തന്നെ ഇതിന് സാക്ഷിയാകുന്ന ചില ഓഫീസിലെ ചില സഹപ്രവർത്തകരെ മാത്രം സാക്ഷിയാക്കിക്കൊണ്ട് നടപടികൾ പൂർത്തിയാക്കി. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ആക്ഷേപത്തിൽ നല്ലൊരു ശതമാനവും ഉയർന്നു വന്നിരിക്കുന്നത്. ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം ഒക്കെ ബന്ധുക്കൾ എത്തുന്നതിന് മുമ്പ് ധൃതി പിടിച്ച് നടത്തി ഈ ഡെഡ് ബോഡി പത്തനംതിട്ട എത്തിച്ച് പെട്ടെന്ന് തന്നെ ദഹിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് ആക്ഷേപത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ചില കാര്യങ്ങളാണ്. ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് എന്തോ ചിലർ ഒളിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് കണ്ടറിഞ്ഞിട്ടാണ് ഈ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ CBI എൻക്വയറിക്ക് വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അവർ അതിൻ്റെ മാക്സിമം തലത്തിലേക്ക് പോകുമെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. അവരുടെ ഭർത്താവ് മരണപ്പെട്ടതിൻ്റെ വേദനയും ദുഃഖവും തീവ്രമായി അവരെ അലട്ടുന്നുണ്ട് എന്ന് നമുക്കെല്ലാം അറിയാം. പക്ഷേ സാധാരണ ഒരു സ്ത്രീയെപ്പോലെ അടങ്ങി ഒതുങ്ങി തൻ്റെ ഭർത്താവിൻ്റെ മരണം വിധിയിൽ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം ആശ്വസിച്ചും കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചും അങ്ങനെ ഒരു തീരുമാനത്തിൽ അല്ല മഞ്ജുഷ എത്തിയിരിക്കുന്നത്. മഞ്ജുഷ പോരാടാനുറച്ച ഒരു സ്ത്രീയുടെ നിലപാടുകളുമായിട്ടാണ് ഇപ്പോൾ മുന്നിട്ടിറങ്ങി നിൽക്കുന്നത്. അതിനെ നമ്മൾ കൈയടിക്കുക തന്നെ വേണം. സാധാരണ ഒരു വീട്ടമ്മ അല്ല ഞാൻ. എൻ്റെ ഭർത്താവിൻ്റെ മരണത്തിൽ എനിക്ക് നിലവിൽ നിരവധി സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ തീർക്കാൻ സംസ്ഥാന പോലീസിൻ്റെ അന്വേഷണം ഒരു തരത്തിലും ഗുണപ്പെടില്ല എന്ന് പരസ്യമായി പറയാനുള്ള ചങ്കൂറ്റം മഞ്ജുഷ കാണിച്ചു എന്നുള്ളതാണ്. അവർ ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലെ അംഗമാണ്. അവരും കമ്മ്യൂണിസ്റ്റാണ്. മരണപ്പെട്ട നവീൻ ബാബുവും കമ്മ്യൂണിസ്റ്റാണ്. ഈ മഞ്ജുഷയുടെ അച്ഛൻ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പ്രധാന കമ്മ്യൂണിസ്റ്റ് സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അത് മഞ്ജുഷയുടെ അച്ഛനാണോ നവീൻ ബാബുവിൻ്റെ അമ്മാവനാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. എന്തായാലും അവരുടെ ശാഖകൾ മുഴുവൻ നോക്കിയാൽ അല്ലെങ്കിൽ ബന്ധു നില നോക്കിക്കഴിഞ്ഞാൽ മഹാഭൂരിപക്ഷവും CPMക്കാരാണ്. CPM അണികളാണ് ഇവരൊക്കെ. നവീൻ ബാബു പല ചടങ്ങുകൾക്കും ചുമന്ന ഷർട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞ ഒരു കാര്യം. കാരണം അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് ആഭിമുഖ്യത്തിൻ്റെ കാരണം കൊണ്ടായിരിക്കാം ചടങ്ങുകളിൽ അദ്ദേഹം അങ്ങനെ വരും എന്നുള്ളതാണ്. അവിടെ NGO യൂണിയൻ്റെ ഏറ്റവും ആക്റ്റീവായി വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. ഗസറ്റഡ് റാങ്കിലെ ഉദ്യോഗസ്ഥനായിട്ട് പോലും അദ്ദേഹം ഈ സർവീസ് സംഘടനാ പ്രവർത്തനത്തിൽ നിന്നും വിട്ടുമാറാതെ സജീവമായ സാന്നിധ്യം കൊണ്ട് ആ സംഘടനയിലും അദ്ദേഹം ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നിർഭയനായി ഏകദേശം നമ്മൾ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നിഷ്കളങ്കതയോടുകൂടി നിയമം മാത്രം നോക്കി നിയമവിധേയമായ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി ആണ് ഇന്ന് ആയിരിക്കുന്നത്. ആ സ്ഥിതി ഉണ്ടാക്കപ്പെട്ടവർ, അതും സംശയിക്കപ്പെടുന്നത് ആരാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. അതിലേക്ക് എത്തിച്ച സംഭവങ്ങളെല്ലാം തന്നെ ചമയ്ക്കപ്പെട്ടതാണോ എന്ന് വരെ ഇപ്പോൾ പലരും സംശയിക്കുന്നുണ്ട്. അതെല്ലാം നല്ലൊരു എൻക്വയറിയിലൂടെ മാത്രമേ പുറത്ത് വരികയുള്ളൂ. അതുകൊണ്ടാണ് മഞ്ജുഷ ഈ CBIയെ തന്നെ ഡിപ്പെൻഡ് ചെയ്യണം എന്ന് പറയുന്നത്. ഒരു പക്ഷേ CBI വന്നു കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ തന്നെ വെളിയിൽ വരും എന്നുള്ളത് ആയിരിക്കുമോ ചിലരൊക്കെ ഭയപ്പെടുന്നത് എന്നും പറയപ്പെടുന്നു. ആ ഭയം തന്നെ അടിസ്ഥാനമുള്ളതാണ് എന്ന് കാണിക്കുന്നതാണ് ചില റിപ്പോർട്ടുകളിൽ വരുന്ന സൂചനകൾ. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ധൃതി പിടിച്ചിട്ടുള്ള ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും ഈ ശവം ദഹിപ്പിക്കലും ഒക്കെ എന്ന് പറയേണ്ടി വരുന്നു. കാരണം അതിനെ ഒരു ന്യായീകരണം ഇതുവരെ കിട്ടിയിട്ടില്ല, വിശദീകരണം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ഇതിൻ്റെ ദുരൂഹത ഒന്ന് മാറിക്കിട്ടണേ എന്നുള്ളതാണ് പ്രാർത്ഥന. മഞ്ജുഷയുടെ കൂടെയാണ് കേരളത്തിൻ്റെ മുഴുവൻ ജനങ്ങളും എന്നും പറയാതിരിക്കാൻ വയ്യ. മഹാഭൂരിപക്ഷവും മഞ്ജുഷയുടെ ഒപ്പം തന്നെ നിൽക്കുന്ന മനസ്സാക്ഷിയാണ് കേരളത്തിൻ്റേത്. അവർ തന്നെ അവസാനം ഭർത്താവിനെ ഈ നിലയിൽ എത്തിച്ചവരെ ശിക്ഷിക്കുന്ന ഒരു അവസ്ഥ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന അവരോടൊപ്പമാണ് നമ്മൾ ഒക്കെയും എന്നും ഞങ്ങൾ ഈ ചാനൽ പറഞ്ഞു വെക്കുന്നു. നന്ദി.